ചിന്നാർ ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ചിന്നാർ ട്രെക്കിങ്ങിന് വേണ്ടി ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയിറ്റിങ്ങിലാണ്. പുലിയെ കണ്ടത് ഞങ്ങളുടെ നെല്ലിയാമ്പതിയിൽ പുലി ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. അതല്ല, പുലിയെ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. പുലി നെല്ലിയാമ്പതി തന്നെ വിട്ട് കളഞ്ഞു. റവി പറഞ്ഞോലേ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ പറഞ്ഞിട്ട് നടക്കുകയായിരുന്നു. പലയിടത്തും മണ്ണഞ്ചേരി റീൽസൊക്കെയാണ്. ഭംഗിയുണ്ടാവും. ഞങ്ങളുടെ കൂടെയുള്ള മറയൂർ ട്രെക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഹോണസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു യാത്രാ കൂട്ടായ്മയാണ്. യാത്രകളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അംഗങ്ങൾ ഉൾക്കുന്ന ഒരു ക്ലബ്ബാണ് ഹോണസ്റ്റ്. അത് എല്ലാ മാസവും കോവിഡിന് മുമ്പ് മാസ ക്യാമ്പുകൾ കൃത്യമായി നടത്തി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകൾ നടത്തിയും നേച്ചർ ക്യാമ്പുകളാണ് കൂടുതലും ഹോണസ്റ്റിൻ്റെ ക്യാമ്പുകൾ പ്രത്യേകത. അതുപോലെ സർവീസ് ക്യാമ്പുകളും ഒക്കെ നടത്തി. എന്തായാലും കാടിനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം യാത്രാപ്രേമികളുടെ ഒരു കൂട്ടായ്മയാണ് ഹോണസ്റ്റ് എന്ന് പറയുന്നത്. ആ ഹോണസ്റ്റിൻ്റെ ചിന്നാർ ട്രെക്കിംഗ് ക്യാമ്പിലാണ്. ആ ചിന്നാർ ട്രെക്കിംഗ് ക്യാമ്പിൻ്റെ ചിന്നാർ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് പല തരത്തിലും പല പ്രായക്കാരും പല സ്വഭാവക്കാരും പല തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ആൺ പെൺ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു ക്ലബ്ബാണ്. കോഴിക്കോട് വയനാട് ജിലാലിൻ്റെ വൈഫ് ഉണ്ടല്ലേ, അങ്ങനെ ഒരു കൂട്ടം യാത്ര മാത്രം പറയരുത്. സൈക്കിളില്ലേ വൈഫ് എന്ന് പറയുമ്പോൾ അവന് സൈക്കിളാണ്, അതിൻ്റെ ഗ്ലാമർ പോയി. കേൾക്കുമ്പോൾ നല്ല നല്ല യാത്രകൾ എന്ന് സംഘടിപ്പിച്ചിട്ടുള്ളൊരു കാണുന്നതാണ് വാച്ച് ടവർ ട്രെക്കിങ്, ചിന്നാർ വാച്ച് ട്രെക്കിങ്. വൈകുന്നേരം ട്രെക്കിങ് സമയം 5 മണി വരെ. ആ, തിരിച്ച് നമ്മൾ 5 മണിക്ക് കയറിയാൽ തിരിച്ച് പറഞ്ഞ ഓഫീസിലേക്ക് എത്താം. ആ, അപ്പോൾ ഒരു 6 മണി 7 മണി 6 മണിക്കുള്ളിൽ തിരിച്ച് റിപ്പോർട്ട് ചെയ്യണം. മണപ്പിണ്ടോ കിടപ്പുണ്ട് കേട്ടോ, ഉണങ്ങി തല്ലിയതാ. ആ, ഇതാണ് വാച്ച് ടവർ, ചിന്നാർ വാച്ച് ടവർ. പക്ഷേ നല്ല വെയിലാണ്. കാരണം എല്ലാവരും മറയൂർ കാടുകൾ എപ്പോഴും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് എപ്പോഴും ഡ്രൈ ആയിരിക്കും. ഈ തമിഴ്നാട്ടിലെ ഒരു കാലാവസ്ഥ തന്നെയായിരിക്കും ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറയൂരിലെ ചിന്നാർ കാടുകളിലാണ്. ചിന്നാർ കാട്ടിലെ വാച്ച് ടവറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ചിന്നാർ ചെക്ക് പോസ്റ്റിൽ വന്ന് അവിടെ ടിക്കറ്റ് കൗണ്ടർ ചെയ്യുന്ന വാച്ച് ടവർ ട്രക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റിലെ ഒരു ഗാർഡോട് കൂടി നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ഏകദേശം ടിക്കറ്റ് കൗണ്ടർ ചെയ്യുന്ന 1 കിലോമീറ്റർ നടന്നാൽ നമുക്ക് വാച്ച് ടവറിലേക്ക് എത്താം. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് ഈ ചിന്നാർ കാടിൻ്റെ വിദൂര കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ചിന്നാർ കാട്ടിലെ വാച്ച് ടവറിലേക്ക് നമ്മൾ കയറുകയാണ്. കമോൺ. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമല്ലേ? രാവിലെ 10 മണി വരെ സമയമുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ 8 മണി ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ
ചിന്നാർ വാച്ച് ടവറിനായിരിക്കും അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹയാത്രികൻ യൂനുസ് ബായിയോടൊപ്പം. നമ്മൾ കുളിക്കുന്ന ചിന്നാറിലാണ്. ചിന്നാറാറിൽ ഒരു കുളിയൊക്കെ കണക്കുണ്ട്. എന്തായാലും വെയിലൊക്കെ ഒന്ന് താന്നു. കയറിയപ്പോൾ നല്ല വെയിലായിരുന്നു. വെയിലൊക്കെ ഒന്ന് താന്നു. നല്ല അന്തരീക്ഷം. കാടുകളെല്ലാം പൊതുവേ നല്ല വരണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ചിന്ന നമ്മുടെ ഓണസ്റ്റിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നാളെയും ഒരു ട്രക്കിംഗ് ഉണ്ട്. തൂവാന വാട്ടർഫാൾ ട്രക്കിംഗ് ഉണ്ട്. നക്ഷത്രാമ കഴിക്കുന്ന കള്ളിച്ചെടിയാണ് ഇതാണ് കഴിക്കുന്നത്. ഇവിടെ നക്ഷത്രാമകൾ ഒരുപാടുള്ള ഒരു കാടുകളാണ്. ആമയുടെ സൈസ് 5 കിലോ വരെ ഉണ്ടാവും. ആമയുടെ സൈസ് 5 കിലോ വരെയാണ് നക്ഷത്രാമയുടെ സൈസ്. നക്ഷത്രാമ പക്ഷേ നമ്മൾ സന്ധ്യയിലേക്ക് അടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കിളികളുടെ വളരെ നല്ല ശബ്ദങ്ങളുണ്ട്. അത് അവസാനം ഒരു നിശബ്ദതയിൽ അവസാനിക്കുന്ന ഒരു സമയമുണ്ട് സന്ധ്യാസമയത്ത്. നമുക്കൊന്നും ആ നിശബ്ദത, ആ വന്യമായ നിശബ്ദത നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയത്താണ് നമ്മൾ ചിന്നാറിലെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉള്ളോട്ട് പോവുകയാണെങ്കിൽ ആ കിളികളൊക്കെ കൂടണഞ്ഞതിന് ശേഷമുള്ളൊരു നിശബ്ദത. ഇപ്പോൾ നമ്മൾ കിളികൾ ചുറ്റുപാടും കിളികൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ളൊരു അന്തരീക്ഷത്തിലുള്ളത്. നമുക്ക് കുറച്ചുകൂടി അകത്തേക്ക് പോകുന്നതോടെ നമുക്ക് സന്ധ്യ കഴിയുന്ന ഒരു സമയത്തെത്തുമ്പോൾ വളരെ ക്യൂട്ട് ആയിട്ടുള്ളൊരു നിശബ്ദമായ ഒരു വന്യമായ നിശബ്ദത നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരിക്കലും കാടിനകത്തോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ മൃഗങ്ങളെ കാണണമെന്നും ഇല്ല. കാരണം മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ നമ്മുടെ സ്മെല്ല് മൂലം അതിൻ്റെ എനിമിയെ തിരിച്ചറിയാൻ കഴിയും, മാറിപ്പോവുകയും ചെയ്യാം. യാദൃശ്യമായിട്ട് മാത്രം വല്ല ആനിമൽസിനെ കണ്ടാൽ മാത്രം നമുക്ക് അല്ലേ. ഇവിടെ തമിഴ്നാട്ടിന്റെ കുളിക്കാൻ മാത്രമേ വരത്തുള്ളൂ. അവരെ എടുത്തിട്ട് ഇപ്പം നമ്മൾ വരുന്ന വഴി ലെപ്പേഡിൻ്റെ ഒക്കെ കാഷ്ടം കണ്ടില്ലേ? അതെ സാർ. അപ്പോൾ ഇതൊക്കെ 200 പേരെയും കൊണ്ടൊക്കെ കാടിനകത്തോട്ട് കയറൽ റിസ്ക് അല്ലേ? അതെ സാർ. സൈഡ് മാത്രമേ വരത്തുള്ളൂ. ചില സൈഡ് കുളിക്കാൻ വിടും. പിന്നെ കാട്ടുപോത്ത് അതിന് കണ്ണു പോയി കഴിഞ്ഞാൽ പിന്നെ 2 ചെവിൻ്റെ പവർ കൊണ്ട് നമ്മളെ ഓടിച്ചു വരും. അങ്ങനെയുണ്ട്. ചെവി അങ്ങനെ കാട്ടുപോത്തുണ്ടല്ലോ, ഒറ്റ അത് 2 കണ്ണും പോകും. ഇപ്പോൾ മുള്ളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വെള്ള നിറമായിട്ട് മാറി. അപ്പോൾ നമ്മളെ ഓടിച്ചു വരും. കാന്തല്ലൂർ ആന ഒരാളെ ആക്രമിച്ചല്ലോ. പൈസനാട് അവിടെ അയാൾ വിറക് വെട്ടാണ് പോയത്. ഞങ്ങൾ ഇന്ന് അവരുടെ വീടിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. വൈൽഡ് ഡോഗ് ഉണ്ടെങ്കിൽ ആൺകൂട്ടങ്ങൾ കാണത്തേ ഇല്ല. ഇതിൻ്റെ പേര് ചങ്കളം വരണ്ട. നമ്മുടെ കേരളത്തിൽ ചമ്മന്തി ഉണ്ടാക്കുന്ന കൂടെ വാളംപുളി ചേർത്തിട്ടും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മൾ എണ്ണ ഇട്ട് പൊരിക്കണം. പൊരിച്ചിട്ട് പിന്നെ മിക്സിയിലിടണം. നമ്മൾ കാറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഗ്രില്ലയ, അതിന് ഈ വടിയാണ്. ഇതിൻ്റെ പേര് ചിന്നിച്ചെടിയുണ്ട്. ഇല കൊണ്ട് രസം ഉണ്ടാക്കാം. വടി കൊണ്ട് നമ്മൾ ഗ്രില്ലിന് യൂസ് ചെയ്യും. ചിക്കനൊക്കെ കൊണ്ടുവന്ന് ഗ്രില്ല് ചെയ്യാൻ അല്ലേ? അപ്പോൾ ഇത് കത്തത്തില്ല? അപ്പോൾ കത്തത്തില്ല. ഏറ്റവും കൂടുതൽ മുതുവാരാ? ഇവിടെ മുതുവാൻ ഹിൽപ്പുളയാ? മൊത്തം എല്ലാ വിലയും കൂടി 28 കൂടി. അത് 14 നദിയിൽ ഒന്നാണിത്. പാമ്പാരും എന്താ കാട്ടുപോത്താ? എവിടെ? ഇത്രയും ആ വഴിയിലായിരുന്നു നിൽക്കുന്നുണ്ട്. നമ്മളെ കണ്ടിട്ട് അതങ്ങോട്ട് മാറി. അതെ, ശരിക്കും അങ്ങ് ആ മല കണ്ട, ആ മലയിൽ നിന്ന് ശരിക്കും അത് ആ മലേൻ്റെ ഉച്ചിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഈ ഭാഗത്തേക്ക് വീഴുകയാണ്. അത് ചിന്നാറിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അപ്പോൾ അത് കേരളത്തിൻ്റെ ഭാഗത്തിലേക്കും, അപ്പുറത്ത് അതേ സ്ഥലത്ത് മഴ പെയ്ത് അപ്പുറത്തേക്ക് പോകുന്ന ആ സൈഡിലേക്ക് പോകുന്ന വെള്ളം ശരിക്കും പാമ്പാറിലേക്കാണ് എത്തിപ്പെടുന്നത്. അതാണ് അപ്പുറത്തേക്ക് പോകുന്ന അമരാവതി പുഴയിലേക്കും ഇപ്പുറത്ത് കേരളത്തിൻ്റെ സൈഡിലേക്ക് വീഴുന്നത് പാമ്പാറായിട്ടും തെക്കോട്ട്. വിജയം മറ്റേ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറഞ്ഞ പോലെ സൂര്യൻ്റെ ഈ പ്രകാശം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പുല്ലിലേക്ക് കിനഞ്ഞിറങ്ങി എന്ന് പറയുന്നില്ലേ, അതുപോലെ ചിന്നാറിൻ്റെ ആ ഒരു മേലെ മലകൾക്കിടയിലൂടെ വരുന്ന പൊൻവെളിച്ചം ഇപ്പം നമ്മുടെ ഈ ചിന്നാറിലെ വൃക്ഷത്തലകളിൽ ഇങ്ങനെ സ്വർണ്ണപ്രഭ വിടർത്തിക്കൊണ്ട് ആ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ചിന്നാറിൻ്റെ ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്നൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ചിന്നാറിൽ. അപ്പോൾ അത് കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലൊരു കാലാവസ്ഥയാണ്.
മഴ മാറിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു വരണ്ട ഒരു മഞ്ഞപ്പ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ കാഴ്ച കുതുകികളായിട്ടുള്ള ആൾക്കാർക്ക് വളരെ രസകരമായ ഒരു ട്രക്കിങ്ങും. അത് കാട്ടുപോത്ത്, അത് കാട്ടുപോത്ത് ഇവിടെ എവിടെ ആ ഗ്യാപ്പിലൂടെ പോയി അതിൻ്റെ പുറകെ വരുന്നുണ്ടാ. അത് അതിൻ്റെ പുറകെ വരുന്നത് കാട്ട് തന്നെയാടാ. അച്ചി സൈസ് കൂടുതലാടാ അത് കണ്ടാ. വലിപ്പമുള്ളതാന്നേ ഉള്ള ഇപ്പൊ ക്രോസ് ചെയ്യും. പിന്നെയും അത് കുഞ്ഞാണ്. ഇപ്പുറത്തൂടെ കടന്നു ഒന്നും രണ്ടൊന്നും അല്ല, ഒരുപാടുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഒച്ച കേട്ട് നമ്മൾ അരുവിലേക്കല്ല പോണേ. നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ ജൂൺ ജൂലൈ സമയത്ത് ഇവിടെ നിന്ന് ആനകളുടെ വീഡിയോ. ജൂൺ ജൂലൈയിൽ മഴ നല്ല വെള്ളം ഉണ്ടെങ്കിൽ. ഞങ്ങളിപ്പോൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറയൂരിലെ ചിന്നാർ കാട്ടിലൂടെയാണ്. ചിന്നാർ കാടിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിലെ സഹ്യൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള കേരളത്തിൻ്റെ കാടാണ് മറയൂർ ചിന്നാർ കാട്. ബാക്കിയെല്ലാം നമ്മുടെ സഹ്യൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഈ കിഴക്ക് ഭാഗത്തേക്ക് വരുന്നതുകൊണ്ട് ഇവിടെ മഴ കുറവാണ്, ചെറിയ മഴകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മഴക്കാലം കഴിയുന്നതോടുകൂടി ഇവിടെ വരണ്ട ഉണങ്ങി കിടക്കും. ഒരു ഡ്രൈ ഏരിയ ആയി മാറും നമ്മുടെ ചിന്നാർ മറയൂർ കാടുകൾ. അപ്പോൾ നമ്മൾ ട്രെക്കിങ്ങിന് വരുമ്പോൾ കൂടുതലും മഴക്കാലത്ത് തന്നെ വരുന്നതായിരിക്കും നല്ലത്. നല്ല നല്ല കാഴ്ചകൾ കാണും. വന്യമൃഗങ്ങളെ വളരെ അധികം കാണാൻ പറ്റും. കാട്ടുപോത്ത്, ആനകൾ, അതുപോലെ മാനുകൾ, ഭാഗ്യമുണ്ടെങ്കിൽ ലെപ്പേഡിനെ വരെ നമുക്ക് കാണാം. ഇവിടെ പലരും വന്ന് അപ്പോൾ ഇതിൽ നമുക്ക് 2 ട്രക്ക് കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന് മറയൂർ ചിന്നാറിലെ വാച്ച് ടവർ ട്രക്കിങ്. അത് നമുക്ക് അവിടെ ഫീസ് അടച്ചുകൊണ്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വനത്തിലൂടെ കുറച്ച് യാത്ര ചെയ്യാം, ഒരു അരുവിയിൽ കുളിക്കാം, നമുക്ക് ഒരു 3 മണിക്കൂറോളം കാടുമായിട്ട് ഇണങ്ങി ചേർന്ന് കഴിയാം. പിന്നെ ഒരു ട്രക്കിംഗ് ഉള്ളത് തൂവാനം വാട്ടർഫാൾസിലേക്കുള്ള ട്രക്കിങ്ങാണ്. അത് ഒരു 3 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് നമ്മൾ തൂവാനം വാട്ടർഫാൾസിലെത്തും. അവിടെ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അത് മഴക്കാലത്തോട് അടുപ്പിച്ചുള്ള മാസങ്ങളിലും മാത്രമേ അതിനകത്ത് നന്നായിട്ട് വെള്ളം കാണുകയുള്ളൂ. ഒരു ഒക്ടോബർ നവംബറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കുറവായിരിക്കും. പിന്നെ ആ ട്രക്കിങ് നമുക്ക് അത്ര രസകരമായിട്ട് തോന്നുന്നില്ല. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ നല്ല സമയമാണ് ചിന്നാർ മറയൂർ കാടിലൂടെ നമുക്ക് ട്രക്ക് ചെയ്യാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. അത് നമുക്ക് 2 പേർക്ക് വന്നാലും ട്രക്ക് ചെയ്യാം, 10 പേരുടെ ഗ്രൂപ്പായിട്ട് വന്നാലും 30 പേരുടെ ഗ്രൂപ്പായിട്ട് വന്നാലും നമുക്ക് ട്രക്ക് ചെയ്യാം, 50 പേരുടെ ഗ്രൂപ്പായിട്ട് വന്നാലും നമുക്ക് ട്രക്ക് ചെയ്ത് ഈ ചിന്നാർ മറയൂർ കാടുകൾ നമുക്ക് ആസ്വദിച്ച് പോകാവുന്നതാണ്. കൂടുതലും തീയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പച്ച ചെടി കൊണ്ടാണ് അടിച്ച് കിടക്കുന്നത്. ചെടി വെച്ച് ഈ നമ്മുടെ കണ്ടില്ല ഈ ദൂരം ഇങ്ങനെ കറങ്ങി. കള്ളിമുൾച്ചെടിയുടെ ഫ്രൂട്ടാണ് ഇത്. ഡ്രാഗൺ ഫ്രൂട്ട് പോലെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് അത്ര ആയിട്ടില്ല. ഇത് ഈ മറയൂർ കാട്ടിലെ ധാരാളമായിട്ട് ഈ കള്ളിമുൾച്ചെടിയുണ്ട്. അതിനകത്ത് മഴക്കാലത്തൊക്കെ ഈ ഫ്രൂട്ട് ധാരാളമായിട്ടുണ്ടാവും. ഡ്രാഗൺ ഫ്രൂട്ട് പോലെ കഴിക്കാൻ പറ്റുന്ന ഡ്രാഗൺ ഫ്രൂട്ട് പോലെ കുറച്ച് ടേസ്റ്റ് കാണും. പിന്നെ മുള്ള് പെടാതെ പറിച്ചിട്ട് പാറയിൽ തേച്ച് കഴിഞ്ഞാൽ മുള്ള് പോകും. കഴിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ എന്താണ് ഇതിൽ ഈ ചൂടിന് വേണ്ടി നല്ലതാണ്, മൂത്രപ്പഴുപ്പിനൊക്കെ. മൂത്രപ്പഴുപ്പിനൊക്കെ നല്ലതല്ലേ? അതെ. അതായത് ഇങ്ങനെ നേരിട്ട് കഴിക്കുന്നേ അല്ല വെള്ളത്തിലോ മറ്റോ അങ്ങനെ അങ്ങനെ? ഇതിൻ്റെ ഉള്ളിലുള്ളതാ ടേസ്റ്റ്. മുള്ള് വനങ്ങട്ട് പുഴുണ്ടാവാം. ഇല്ല, കൈ കാണിച്ചു. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ടാർ കാണും. ഇതാണ് സാധനം. ഇത് വയറിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്താലും കിട്ടത്തില്ല. അത് കഴിക്കാം, ഇത് കഴിക്കാൻ പറ്റില്ല. എന്താ സാധനം? ഇതൊരു ടാറ, ഇത് മുള്ളാണ്. വയറിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം. അതിൻ്റെ ഇത് ഞെട്ട് പോലെ ടേസ്റ്റ് ഉണ്ടോ സാർ? ടേസ്റ്റ് ഒന്നുമില്ല.
കഴിച്ചു നോക്ക് സാർ. അത് മൊത്തം പഴം കഴിച്ചു നോക്കിയാൽ കറക്റ്റായിരിക്കും. അങ്ങനെ ടേസ്റ്റ് ഉണ്ടാകും. അടിപൊളിയാണ് സാർ. ഒരു പുളിയും ഒരു ചവർപ്പും എല്ലാം ഉള്ളൊരു ടേസ്റ്റ് അല്ലേ? പ്രത്യേക ടേസ്റ്റ്. ഇതുകൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ അടിക്കാം. കുറേ സമയത്തേക്ക് ഈ നാച്ചുറൽ ക്യാമ്പ് കുട്ടികളൊക്കെ വരുമ്പോൾ ഈ പഴം എടുത്തിട്ട് ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചിട്ട് പോകും. ഓക്കെ, കുറേ സമയം നിൽക്കുക. നല്ല മനോഹരമായ ചിന്നാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചിന്നാർ ഒഴുകി അവസാനിക്കുന്നത് പാമ്പാറിലാണ്. ആ പാമ്പാറ് നമ്മൾ അമരാവതി പുഴയിലേക്ക് ചേരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ കരയിൽ തമിഴ്നാടും ഇപ്പുറത്ത് കേരളത്തിന് അവകാശപ്പെട്ടു. ഇപ്പോൾ നമ്മളിപ്പോൾ നടന്ന് ചിന്നാർ പുഴയുടെ തീരത്താണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ അപ്പാടെ അങ്ങ് മാറി. നമ്മളൊരു വരണ്ടുണങ്ങിയ കാട്ടിൽ നിന്നും ഒരു ചോലവനത്തിൻ്റെ അകത്തേക്ക് വന്ന ഒരു പ്രതീതിയായി. ചിന്നാർ പുഴയുടെ സൈഡ് നമ്മൾ ഈ ഭാഗം കേരളവും ഈ പുഴയുടെ അപ്പുറം തമിഴ്നാടുമാണ്. അതായത് നമ്മൾ ചിന്നാർ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ചേർന്നൊരു പാലം എല്ലാവരും വണ്ടിയിൽ പോകുമ്പോൾ കണ്ടിരിക്കും. ആ പാലത്തിനപ്പുറം തമിഴ്നാടും പാലത്തിനപ്പുറം കേരളവുമാണ്. ആ ചിന്നാർ പുഴ വന്ന് നേരെ താഴെ പോയി പാമ്പനാർ ചേർന്നിട്ട് അവിടെ നിന്ന് അമരാവതി ഡാമിലേക്കാണ് ഈ വെള്ളം. ആ ചിന്നാർ പുഴയുടെ അരികിലൂടെ ശാന്തമായിട്ട് ഒഴുകുന്നല്ലേ, കാറ്റേറ്റ് ശുദ്ധമായ വായും ചിന്നാർ ഒഴുകുന്നു. തമിഴ്നാട്ടിനെയും ഈ കേരളത്തിലെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശാന്തത. അതായത് ചിന്നാർ പുഴ. പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുന്നിടത്തോളം പ്രകൃതി നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രകൃതിയിൽ അലിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകളാണ് പ്രകൃതി. അപ്പം അതുപോലെ അനുഭവങ്ങൾ ജ്യോതിഷൊക്കെ നമുക്ക് എത്രത്തോളം ജ്യോതിഷിൻ്റെ അറിവുകൾ നമുക്ക് പകർന്ന് നൽകിയെന്നറിയില്ല. ഹനുമാൻ ലങ്കൂസ് അപ്പുറത്ത് വന്നിരിക്കുന്നു. ഇല മാത്രമേ ഉള്ളൂ, പഴങ്ങൾ കഴിക്കാറില്ല. ഇല മാത്രമേ കഴിക്കുള്ളൂ. ഇല കഴിക്കുന്ന ഒരു വീഡിയോ എന്തിലുണ്ട് ലങ്കൂർ സാധനം. അപ്പം പറഞ്ഞു വന്നത് ജ്യോതിഷിൻ്റെ നമ്മുടെ കൂടെയുള്ള ജ്യോതിഷിൻ്റെ അനുഭവങ്ങൾ നമ്മളിലേക്ക് പകർന്നു നൽകിയത് വല്ലാത്ത ഒരാവേശമായിരുന്നു നമ്മുടെ ഈ ട്രക്കിങ്ങിൽ അല്ലേ? ഓരോ പുല്ലിനെ കുറിച്ചും അയാൾ ഓരോ പുല്ലിനാമ്പുകളെ കുറിച്ചും പറഞ്ഞു. അതുപോലെ കാട്ടുള്ളി, കാട്ടു തുളസി, മറ്റേ ആ കള്ളിമുള്ളിൻ്റെ പ്രത്യേകതകൾ. നക്ഷത്ര ആമകൾ കഴിക്കുന്നത് ഈ കള്ളിമുള്ളാണെന്ന് നമുക്ക് പുതിയ അറിവാണ്. കാരണം അതിൽ ഈ കള്ളിമുള്ളിൽ ജലം ഇങ്ങനെ സംഭരിച്ച് വെക്കുന്നുണ്ട്. ആമകൾക്ക് ഈ നക്ഷത്ര ആമകൾക്ക് ജലത്തിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അവർ അതിൻ്റെ ഈ വെള്ളത്തിൻ്റെ പരിമിതികളിനെ മറികടക്കുന്നത്. അപ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ള അറിവുകളാണ്. അതുപോലെ തന്നെ കാട്ടുള്ളി കൊണ്ടുണ്ടാക്കുന്ന ആയുർവേദ മരുന്നുകളെ കുറിച്ച്, ഓയിലിനെ കുറിച്ച്, അതുപോലെ തന്നെ ഓരോ പുല്ലും ഓരോ മരങ്ങളെ കണ്ടാൽ അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മരങ്ങളെ വെറുതെ മരത്തിൻ്റെ പേര് പറഞ്ഞു പോകുന്നതല്ല, അതെന്തിനൊക്കെ ഉപയോഗിക്കും, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പിന്നെ രീതികൾ, ഏത് സമയം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വരുന്ന ലങ്കൂറിനെ കുറിച്ച് ജസ്റ്റ് ലങ്കൂറാണ് അതെന്ന് പറഞ്ഞതല്ല, ആ ഇലകൾ മാത്രമേ ഭക്ഷിക്കൂ. അതുപോലെ തന്നെ എത്ര ഹൈറ്റിൽ വേണമെങ്കിൽ നമുക്കൊരു പുതിയ അറിവാണ്. ലങ്കൂർ ഇല മാത്രമേ കഴിക്കുള്ളൂ എന്ന അറിവ് നമുക്ക് ഇത്രയും ഒരുപാട് ട്രക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ജ്യോതിഷിനോട് യാത്ര ചെയ്തപ്പോഴാണ് നമുക്ക് ആ ഒരു അനുഭവം നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മുടെ ജ്യോതിഷിനെ ചിന്നാർ വാസ്റ്റർ ട്രക്കിങ്ങിന് വരുന്നവർ ജ്യോതിഷിൻ്റെ സാന്നിധ്യം എന്തായാലും ചോദിക്കണം. ജ്യോതിഷിനെ കൂടെ ഇപ്പോൾ ട്രക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ജ്യോതിഷിൽ നിന്ന് പകർന്നു തരും. ഞാൻ കഴിച്ചായാലും യാത്രകളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഓണസ്റ്റിൻ്റെ സഹയാത്രികരുമായിട്ടുള്ള ചിന്നാർ ട്രക്കിംഗ് ക്യാമ്പ് വളരെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ നമ്മുടെ തൂവാനം വാട്ടർഫാൾസ് ട്രക്കിംഗ്. ഹിജ്ലാലിൻ്റെ